രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയിരിക്കുന്നു. അച്ചടക്ക നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയിലെ അധികായനാണ്. ഒരുപക്ഷെ കണ്ണൂർ പൊളിറ്റിക്സിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഏറ്റവും വിശ്വസ്തനായ ആൾ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടാമനായ ആൾ, അന്ന് തുടങ്ങി EP-ക്കുള്ള വിശേഷങ്ങൾ അനവധിയാണ്. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹമാകുമോ എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന് ശേഷമുള്ള കാലഘട്ടത്തിൽ EP ജയരാജന്റെ പ്രഭ മങ്ങുന്നു. ചില പ്രസ്താവനകൾ, വിവാദമായ പ്രസ്താവനകൾ EP ജയരാജൻ നടത്തിയിട്ടുണ്ട്. അത് ഇപ്പം കട്ടൻ ചായയും ബീഡിയും കഴിച്ച് കഴിയേണ്ടവരാണോ എന്ന് തുടങ്ങി വളരെ പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കുകയും ഒരു വലതുപക്ഷ സമീപനം സ്വീകരിക്കുന്നു എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമേ അല്ല ഇപ്പോൾ EP ജയരാജനെ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം പ്രകാശ് ജാവദേക്കറായിട്ട് BJP-യുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത് പരസ്യമായി അദ്ദേഹം സമ്മതിക്കുന്നു. ഇതൊരു പക്ഷേ 19 സീറ്റുകൾ നഷ്ടപ്പെടുന്ന CPM-നെ സംബന്ധിച്ചോളം ആ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന്റെ ആക്കം കൂട്ടുവാൻ LDF കൺവീനർ നിലയിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്.